ഭീകരാക്രമണത്തിന് ശേഷം മുൻ സർക്കാരുകൾ വെറുതെയിരുന്നു. പ്രധാനമന്ത്രി മുൻ സർക്കാരുകൾ ഭീകരാക്രമണത്തിന് ശേഷം വെറുതെ ഇരിക്കാറുണ്ടായിരുന്നുവെന്നും എന്നാൽ പുതിയ ഇന്ത്യ തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ തലകുനിക്കുകയോ മടിക്കുകയോ ചെയ്യുന്നില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉടുപ്പി ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീകൃഷ്ണ മഠത്തിലെ ലക്ഷകണ്ഠ ഗീതപാരായണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ദേശീയ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കവേ ഇന്ത്യൻ വ്യോമസേനയുടെ S-400 വ്യോമപ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം നമ്മുടെ സുദർശന ചക്രം ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് പറഞ്ഞു. ഇത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വേളയിൽ കണ്ടതാണ്. ഇത് പുതിയ ഭാരതമാണ്. അത് ആർക്കു മുന്നിലും തലകുനിച്ചിട്ടില്ല. പൗരന്മാരെ സംരക്ഷിക്കേണ്ടുന്ന അവസരത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുമില്ല, പ്രധാനമന്ത്രി പറഞ്ഞു. ശത്രുക്കളുടെ ആക്രമണത്തെ ഏറെ കൃത്യതയോടെ തകർക്കാൻ സാധിക്കുമെന്നതിനാലാണ് വ്യോമസേനയുടെ S-400 വ്യോമപ്രതിരോധ സംവിധാനത്തിന് പുരാണത്തിൽ പരാമർശിക്കുന്ന സുദർശന ചക്രം എന്ന വിളിപ്പേര് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെയാണ് സുദർശന ചക്രം ആദ്യമായി പ്രയോഗിച്ചത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നു. ഡിസംബർ 4-5 തീയതികളിൽ പുടിൻ ഇന്ത്യയിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. 23ാമത് ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ ദിശാബോധം നൽകാനും ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി വിലയിരുത്താനും പുടിൻ്റെ സന്ദർശനം ഗുണം ചെയ്യുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. രാഷ്ട്രപതി ദ്രൗപദി മുർമു റഷ്യൻ പ്രസിഡന്റിനെ സ്വീകരിക്കുകയും രാഷ്ട്രപതി ഭവനിൽ വിരുന്ന് നൽകുകയും ചെയ്യും. ശേഷം പ്രധാനമന്ത്രി മോദിയുമായി പുടിൻ ചർച്ച നടത്തും.